നമസ്കാരം. മലയാളി വാർത്ത ഇൻസൈഡിലേക്ക് സ്വാഗതം. പിണറായി വിജയൻ ഹീറോ ആണ്. ഇപ്പോഴിതാ കേരളത്തിലെ കമ്മ്യൂണിസ്റ്റുകാർ ഒന്നടങ്കം അത് ഏറ്റുപറയുന്നു. സാധാരണ തെരഞ്ഞെടുപ്പുകൾ വിജയിച്ചതിന് ശേഷം സ്ഥാനാർത്ഥികളും നേതാക്കളുമൊക്കെ മുഷ്ടി ചുരുട്ടി വിജയാഹ്ലാദം പ്രകടിപ്പിച്ച് പുറത്തേക്ക് വരാറുണ്ട്. അതിന് സമാനമായ ഒരു കാഴ്ച ഇന്നലെ ബേക്കറി ജംഗ്ഷനിൽ ഒരു വീട്ടിൽ നമ്മൾ കണ്ടു. ഒരു ഗ്രഹനായകൻ 8 മണിക്കൂർ തുടർച്ചയായി ED റെയ്ഡിന് ശേഷം പുറത്തേക്ക് വന്ന് മുഷ്ടി ചുരുട്ടി ഈ വിരട്ടൽ ഇങ്ങോട്ടേക്ക് വേണ്ട എന്ന് വിളിച്ചു പറയുന്നു. തൻ്റെ കുടുംബത്തെ രക്ഷിക്കാൻ അയാൾ ഏതറ്റം വരെയും പോകും. ബേക്കറി ജംഗ്ഷനിൽ ഇന്നലെ നമ്മൾ കണ്ടത് ദൃശ്യത്തിലെ ജോർജ് കുട്ടിയുടെ ഭാവമല്ല, മറിച്ച് കേസ് തെളിയിക്കാൻ വന്ന ഉദ്യോഗസ്ഥരെ കൊല്ലാൻ ഉറപ്പിച്ച മറ്റൊരു വില്ലൻ്റെ മുഖഭാവം. ഭയപ്പെടുത്തി ഓടിക്കുക, അത് പണ്ടേ CPMൻ്റെ മാർഗങ്ങളിലൊന്നാണ്. ശത്രുവിനെ ആക്രമിച്ച് വീഴ്ത്താൻ ഇത് വർഗസമരമല്ല. പിണറായി വിജയൻ്റെ വീട്ടിൽ അദ്ദേഹത്തിൻ്റെ മകൾ താമസിക്കുന്നു. മകൾ ഉൾപ്പെട്ട ഒരു അഴിമതി കേസ്. ആരോപണങ്ങൾ മാത്രമല്ല, ആദായനികുതി വകുപ്പും SFIOയും കൃത്യമായി 2 കോടിയിലധികം രൂപ കരിമണൽ കർത്തയുടെ കയ്യിൽ നിന്ന് വീണ വിജയൻ സേവനമൊന്നും നൽകാതെ വാങ്ങിയെടുത്തു എന്ന് കൃത്യമായി റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട്. ഇതിന് പിന്നിൽ കള്ളപ്പണ ഹവാല ഇടപാടുകൾ നടന്നു എന്ന് എൻഫോഴ്സ്മെൻറ്റ് ഡയറക്ടറേറ്റും കണക്കുകൂട്ടുന്നു. അതുകൊണ്ടാണ് അവർ റെയ്ഡുമായി വീണ വിജയൻ്റെ വസതിയിലെത്തിയത്. ആ വസതിയിൽ മുൻ മുഖ്യമന്ത്രി പിണറായി വിജയൻ ഇരിക്കുക സ്വാഭാവികം. എൻഫോഴ്സ്മെൻറ്റ് ഡയറക്ടറേറ്റ് റെയ്ഡുകൾക്ക് പിന്നാലെ വിശദമായൊരു പത്രക്കുറിപ്പ് ഇറക്കി. ആ പത്രക്കുറിപ്പിൽ നടുക്കുന്ന ഒരു വിവരം കൂടിയുണ്ട്. ED കേസിലേക്ക് മുൻ മുഖ്യമന്ത്രി പിണറായി വിജയൻ കൂടി പ്രതിപ്പട്ടികയിൽ ഒരുപക്ഷെ ഉൾപ്പെട്ടേക്കാം. കേരള നിയമസഭയിൽ നയപ്രഖ്യാപന പ്രസംഗം നടക്കുമ്പോൾ മറുവശത്ത് വീണ വിജയനെ അറസ്റ്റ് ചെയ്യാനുള്ള കുരുക്ക് തയ്യാറാക്കുകയാണ് എൻഫോഴ്സ്മെൻറ്റ് ഡയറക്ടറേറ്റ്. എപ്പോൾ വേണമെങ്കിലും വീണയെ അറസ്റ്റ് ചെയ്യാം എന്നിടത്തേക്ക് കാര്യങ്ങളെത്തി. അതിനു മുൻപ് ED ഉദ്യോഗസ്ഥരെ ഭയപ്പെടുത്തണം. അതിൻ്റെ നാടകമാണ് ഇന്നലെ തിരുവനന്തപുരത്തും കോഴിക്കോടും കണ്ണൂരും നമ്മൾ കണ്ടത്. പിണറായി വിജയൻ്റെ വസതിയിലെ റെയ്ഡിന് പിന്നാലെ ED ഉദ്യോഗസ്ഥർക്ക് നേരെ തലസ്ഥാനത്തുണ്ടായ ആക്രമണത്തിന് പിന്നിൽ പ്രവർത്തിച്ച CPM പ്രവർത്തകർ ഇനി അടപടലം പെടും. തലസ്ഥാനത്തുണ്ടായ ഈ അതിക്രൂര സംഭവത്തിൻ്റെ വിശദാംശങ്ങൾ കേന്ദ്ര രഹസ്യാന്വേഷണ വിഭാഗം ആഭ്യന്തര മന്ത്രാലയത്തെ ധരിപ്പിച്ചു. കേന്ദ്ര ധനകാര്യ വിഭാഗവും ഇക്കാര്യം ഗൗരവത്തോടെ എടുത്തു. ആക്രമണം നടന്ന മണിക്കൂറുകൾക്കുള്ളിൽ രാജ്ഭവൻ ഇത് സംബന്ധിച്ച വിശദാംശങ്ങൾ DGPയോട് ആരാഞ്ഞു. പിണറായി വിജയൻ്റെ വീട്ടിലെ റെയ്ഡിന് ശേഷം CRPF ഉദ്യോഗസ്ഥർ ED ഉദ്യോഗസ്ഥരെ സുരക്ഷിതമായി പുറത്തെത്തിക്കണമെന്ന് കേരള പോലീസിനോട് കൂടിയാലോചനകൾ നടത്തി. സുരക്ഷ നൽകാൻ എന്തെങ്കിലും ബുദ്ധിമുട്ടുകൾ ഉണ്ടെങ്കിൽ ഞങ്ങൾ കൂടുതൽ കേന്ദ്രസേനയെ ഇവിടേക്ക് വരുത്തുമെന്നാണ് CRPF പറഞ്ഞത്. കൂടുതൽ കേന്ദ്രസേന അങ്ങോട്ടേക്ക് വരേണ്ടതില്ല. കേരള പോലീസ് സുരക്ഷിതമായി ED ഉദ്യോഗസ്ഥരെ പുറത്തെത്തിക്കുമെന്നാണ് കേരള പോലീസിലെ ചില ഉദ്യോഗസ്ഥർ CRPFന് വാക്ക് നൽകിയത്. പുറത്ത് സ്ഥിതിഗതികൾ ശാന്തമാണോ എന്ന് ആവർത്തിച്ച് CRPF ഉദ്യോഗസ്ഥർ പോലീസിനോട് തിരക്കി. എല്ലാം സുരക്ഷിതമെന്ന മറുപടിയാണ് പോലീസ് നൽകിയത്. ഇതിനിടയിൽ പുറത്തു വന്ന അക്രമ സാധ്യതയുണ്ട് എന്ന് സ്പെഷ്യൽ ബ്രാഞ്ച് മുന്നറിയിപ്പ് നൽകുന്നു. ഇവിടെയാണ് കേന്ദ്രം ചില സംശയങ്ങൾ മുന്നോട്ട് വയ്ക്കുന്നത്. ED ഉദ്യോഗസ്ഥരെ മനഃപൂർവ്വം അക്രമികൾക്ക് മുന്നിലേക്ക് തുറന്നെറിഞ്ഞിട്ട് കൊടുക്കുകയായിരുന്നു. ഉദ്യോഗസ്ഥരെയും വാഹനങ്ങളെയും ആക്രമിക്കാൻ കല്ലും വടികളുമായി ആളുകൾ തടിച്ചുകൂടി അവിടെ നിന്നതെങ്ങനെ? അവരുടെ കൈകളിൽ എങ്ങനെ ഇത്രയധികം ചുടുകട്ടകൾ ഉൾപ്പെടെയുള്ള ആയുധങ്ങൾ ലഭിച്ചു? ജനക്കൂട്ടത്തെ പൂർണ്ണമായി മാറ്റിയതിനു ശേഷം മാത്രമേ ED ഉദ്യോഗസ്ഥരെ പുറത്തേക്ക് വിടാവൂ എന്ന് നേരത്തെ CRPF കേരള പോലീസിനോട് പറഞ്ഞിരുന്നു. തങ്ങൾ സുരക്ഷിതമായി ED ഉദ്യോഗസ്ഥരെ പുറത്തെത്തിക്കും എന്ന് വാക്ക് നൽകിയ പോലീസ് ഉദ്യോഗസ്ഥർക്ക് പിന്നീട് എന്ത് സംഭവിച്ചു? അവിടെയാണ് ഒരുപിടി സംശയങ്ങൾ ഉയരുന്നത്. ED ഉദ്യോഗസ്ഥർ സഞ്ചരിച്ച കാറുകൾ അതിക്രൂരമായി ആക്രമിക്കപ്പെട്ടു. ആക്രമണത്തിൽ EDയിലെ വനിതാ ഉദ്യോഗസ്ഥയ്ക്കും ഡ്രൈവർക്കും സാരമായി പരിക്കേറ്റു. ED സംഘത്തോടൊപ്പമുണ്ടായിരുന്ന ഒരു ബാങ്ക് ഉദ്യോഗസ്ഥർക്ക് നേരെയും ആക്രമണമുണ്ടായി. പരിഭ്രാന്തിയോടെയാണ് ഈ ഉദ്യോഗസ്ഥർ പിന്നീട് തമ്പാനൂർ പോലീസ് സ്റ്റേഷനിലെത്തിയത്. ഏറ്റവും ക്രൂരമായ ആക്രമണം. സംഭവ സമയത്ത് സുരക്ഷാ ചുമതലയിലുണ്ടായിരുന്ന പോലീസിലെ ഒരു പ്രമുഖ സംഘടനാ നേതാവിൻ്റെ സാന്നിധ്യമാണ് ഇപ്പോൾ കേന്ദ്ര ഏജൻസികളെ സംശയത്തിൻ്റെ നിഴലിലാക്കുന്നത്. ഒപ്പം ഇപ്പോൾ വിവാദത്തിലായ പിണറായി വിജയൻ്റെ ഗൺമാൻ അനിൽകുമാറും അവിടെ എത്തിയിരുന്നു. സ്ഥിതിഗതികൾ അത്യന്തം ഗൗരവതരമെന്നാണ് കേന്ദ്ര ആഭ്യന്തര മന്ത്രാലയം വിലയിരുത്തുന്നത്. അതുകൊണ്ട് തന്നെ ED ഉദ്യോഗസ്ഥരെ ആക്രമിച്ച കേസ് CBIയെ ഏൽപ്പിക്കാനുള്ള സാധ്യതകൾ തെളിയുന്നു. കൃത്യമായി പ്രതികളെ കണ്ടെത്തി അവർ ശിക്ഷിക്കപ്പെടാനുള്ള നിയമ സാഹചര്യങ്ങൾ ഒരുക്കിയില്ല എങ്കിൽ CBI ഈ കേസിൽ ഇടപെടും എന്ന സൂചന കേന്ദ്രം നൽകിക്കഴിഞ്ഞു.
കേന്ദ്ര ഉദ്യോഗസ്ഥർ അവരുടെ ചുമതലകൾ നിർവഹിക്കുമ്പോഴാണ് ഇത്തരമൊരു ആക്രമണത്തിനിരയായത്. അതുകൊണ്ട് തന്നെ CBI അന്വേഷണം പ്രഖ്യാപിക്കാൻ ഇപ്പോൾ പ്രശ്നങ്ങളില്ല. CBI അന്വേഷണം ഏർപ്പെടുത്തുകയും പ്രതികളെ ഡൽഹിയിലേക്ക് കൂട്ടിക്കൊണ്ടുപോവുകയും ചെയ്താൽ സ്ഥിതിഗതികൾ അത്യന്തം കൈവിടും എന്ന് CPMന് വ്യക്തമായി അറിയാം. CPM നേതാക്കളെ വിശ്വസിച്ചാണ് ആ ഗുണ്ടകൾ ഇത്തരമൊരു ആക്രമണത്തിന് തുനിഞ്ഞത്. നേതാക്കൾ തങ്ങളെ സംരക്ഷിക്കുമെന്നവർ കരുതി. ഒടുവിൽ പാളയം ഏരിയ കമ്മിറ്റി ഓഫീസിൽ അഭയം തേടുമ്പോൾ ശിവൻകുട്ടിയെ കണ്ട പ്രതികൾ വിളിച്ചു പറഞ്ഞു, ശിവൻകുട്ടി അണ്ണ രക്ഷിക്കണം. പോലീസ് ഉദ്യോഗസ്ഥരുമായി ശിവൻകുട്ടിക്ക് ചില അടുപ്പമുണ്ട്, മുൻ മന്ത്രി എന്ന നിലയിൽ. എന്നാൽ അത്തരം അടുപ്പമൊന്നും ഇന്നലെ വർക്കൗട്ടായില്ല എന്ന വിഷമത്തിലാണ് ശിവൻകുട്ടി. സംസ്ഥാന പോലീസിൻ്റെ ഉന്നത തലങ്ങളിൽ തന്നെ നടന്ന ഗൂഢാലോചനയുടെ ഭാഗമാണ് ED സംഘം കെണിയിലകപ്പെട്ടത് എന്ന് വ്യക്തം. ഇതിനു പിന്നിൽ ഇടത് സംഘടനാഭിമുഖ്യമുള്ള പോലീസ് ഉദ്യോഗസ്ഥരെയാണ് കേന്ദ്രം സംശയിക്കുന്നത്. കേസിൽ സംസ്ഥാന പോലീസ് നടത്തുന്ന അന്വേഷണം വെറും നാടകമാണ് എന്ന് സംശയം ശക്തമാകുന്നു. പ്രതികളെയും അവർക്ക് ഒത്താശ ചെയ്ത പോലീസുകാരെയും സംരക്ഷിക്കാനുള്ള നീക്കം ഒരുപക്ഷെ സംസ്ഥാനത്തുണ്ടായേക്കാം. അതുകൊണ്ട് തന്നെ വിഷയം ഗൗരവത്തോടെ കാണണം എന്ന് കേന്ദ്രം കണക്കുകൂട്ടുന്നു. ED ഉദ്യോഗസ്ഥ സംഘം ആക്രമിക്കപ്പെട്ടതോടെ കൂടുതൽ കടുപ്പത്തിൽ നീങ്ങുകയാണ് കേന്ദ്ര അന്വേഷണ ഏജൻസി. പിണറായി വിജയനിലേക്കും മകൾ വീണ വിജയനിലേക്കും അന്വേഷണം കൂടുതൽ കടുപ്പിക്കുന്നു. എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റ് നടത്തുന്ന ഈ പരിശോധനയെക്കുറിച്ച് സംസ്ഥാന സർക്കാരിനെയോ ആഭ്യന്തര വകുപ്പിനെയോ മുൻകൂട്ടി അറിയിച്ചിരുന്നില്ല എന്നാണ് ആഭ്യന്തരമന്ത്രി രമേശ് ചെന്നിത്തല ഇന്നലെ പ്രതികരിച്ചത്. പോലീസിന്റെ യാതൊരുവിധ സഹായവും ED തേടിയിരുന്നില്ല എന്ന് സംസ്ഥാന പോലീസ് മേധാവിയും ആഭ്യന്തര അഡീഷണൽ ചീഫ് സെക്രട്ടറിയും തന്നെ അറിയിച്ചിരുന്നു എന്നും ചെന്നിത്തല വ്യക്തമാക്കി. 8 പേരടങ്ങിയ CRPF ഉദ്യോഗസ്ഥരുടെ സുരക്ഷയോടെയാണ് ED സംഘം പരിശോധനയ്ക്കെത്തിയത്. എന്നാൽ മണിക്കൂറുകൾക്കുള്ളിൽ അവിടെ വലിയ ജനാവലി തടിച്ചുകൂടി. അതിനു പിന്നിൽ പാർട്ടി നേതാക്കളുടെ ആഹ്വാനം. തുടക്കത്തിൽ പിണറായി വിജയനെ രക്ഷിക്കണമെന്ന് ആഹ്വാനം ചെയ്തത് ബിനീഷ് കോടിയേരിയാണ്. പിന്നീട് പാളയം മേഖലയിലുള്ള ചില പാർട്ടി ഗുണ്ടകൾ ഈ ആക്രമണം നടത്തിയതിന് പിന്നിൽ ആരുടെ കൈകളാണ് എന്ന സംശയം ഇപ്പോൾ പാർട്ടിയിൽ വലിയ വിവാദത്തിന് തിരികൊളുത്തിയിരിക്കുന്നു. മറുവശത്ത് പിണറായി വിജയനെ സംബന്ധിച്ച് അത്ര ഭദ്രമല്ല കാര്യങ്ങൾ. തിരുവനന്തപുരം ബേക്കറി ജംഗ്ഷനിലെ വീട്ടിൽ നടത്തിയ പരിശോധനയിൽ നിക്ഷേപങ്ങളുടെയും ബാങ്ക് സ്ഥിര നിക്ഷേപങ്ങളുടെയും അടക്കം രേഖകൾ കണ്ടെത്തി. റെയ്ഡിന് ശേഷം പുറത്തിറക്കിയ വാർത്താക്കുറിപ്പിൽ ഇക്കാര്യം ED സ്ഥിരീകരിക്കുന്നു. ഇന്നലെ നടത്തിയ റെയ്ഡിൽ 18 കോടി രൂപയുടെ നിക്ഷേപ രേഖകൾ കണ്ടെടുത്തു എന്നാണ് ED വ്യക്തമാക്കുന്നത്. പിണറായി വിജയന്റെ വീട്ടിലെത്തിയ ED സംഘം വീണ വിജയന്റെ കയ്യിലുണ്ടായിരുന്ന ഫോൺ പിടിച്ചെടുത്തു. ഈ ഫോൺ ഫോറൻസിക് പരിശോധനയ്ക്ക് അയക്കും എന്ന് ED വ്യക്തമാക്കി. ഫോണിൽ നിന്ന് ചില നിർണായക തെളിവുകൾ ലഭിക്കുമെന്നാണ് EDയുടെ കണക്കുകൂട്ടൽ. വീണയുടെ 3 ബാങ്ക് അക്കൗണ്ടുകൾ ഇതിനകം മരവിപ്പിച്ചു. പിണറായിയുടെ വീട്ടിലെ പരിശോധനയിൽ രേഖകളൊന്നും കണ്ടെത്തിയില്ല എന്നായിരുന്നു പാർട്ടി നേതാക്കൾ നേരത്തെ പത്രമാധ്യമങ്ങളോട് സംസാരിച്ചത്. എന്നാൽ നിരവധി രേഖകൾ കണ്ടെടുത്തു എന്ന് ED വ്യക്തമാക്കുന്നു. വീണ വിജയൻ ഉൾപ്പെടെയുള്ളവർക്ക് ഉടൻ സമൻസ് കൈമാറുമെന്ന് ED അറിയിച്ചു. അന്വേഷണ പരിധിയിൽ വീണ വിജയനപ്പുറം പിണറായി വിജയനെ കൊണ്ടുവരാനുള്ള നീക്കങ്ങൾ ED തുടക്കമിട്ടു. കള്ളപ്പണം വെളുപ്പിക്കൽ നിയമത്തിലെ എല്ലാ പഴുതുകളും ഉപയോഗിച്ചുള്ള പരിശോധനയാണ് ഇപ്പോൾ തുടരുന്നത്. അന്വേഷണത്തിന്റെ ഭാഗമായി ഇതുവരെ 242 ബാങ്ക് അക്കൗണ്ടുകൾ ED മരവിപ്പിച്ചു. മരവിപ്പിച്ച ഈ അക്കൗണ്ടുകളിലായി ആകെ 18.36 കോടി രൂപയുടെ നിക്ഷേപം. ഞാനും ഒരു CPM അനുഭാവിയാണ്. കാർ തല്ലിത്തകർത്തവർക്ക് അറിയില്ലല്ലോ ഞാനൊരു CPM കാരനാണെന്ന്. ഇന്നലെ ED ഉദ്യോഗസ്ഥരുടെ കാർ ഓടിച്ചിരുന്ന ഡ്രൈവറുടെ വാക്കുകൾ. EDയാണ് തൻ്റെ കാറ് ബുക്ക് ചെയ്തിരിക്കുന്നത് എന്നറിഞ്ഞില്ല എന്നാണ് ഡ്രൈവർ ലാലു പറയുന്നത്. EDയാണ് എന്നറിഞ്ഞിരുന്നെങ്കിൽ താൻ ഒരുപക്ഷെ ഈ ഓട്ടത്തിന് പോകില്ലായിരുന്നു. ആക്രമണത്തിന് ശേഷം തമ്പാനൂർ പോലീസ് സ്റ്റേഷനിലേക്കാണ് ലാലുവിൻ്റെ കാർ ഉൾപ്പെടെ ആക്രമിക്കപ്പെട്ട വാഹനങ്ങൾ കൊണ്ടുപോയത്. ഇത്രയധികം ആളുകൾ ഒന്നിച്ച് ആക്രോശിച്ച് വന്നപ്പോൾ ഭയന്നുപോയി. നമ്മൾ സാധാരണ പാർട്ടിക്കാരും തൊഴിലാളികളുമൊക്കെയാണ്. ടാക്സി ഓടിച്ച് ജീവിക്കുകയാണ് തൻ്റെ ഏക ജീവിതമാർഗം. അത് ആക്രമിച്ചവർ നോക്കുന്നില്ലല്ലോ. നമ്പർ പ്ലേറ്റ് നോക്കുമ്പോൾ EDയുടെ വണ്ടിയാണെങ്കിൽ കുഴപ്പമില്ല. ഇത് നമ്മൾ കാശ് മുടക്കി വാങ്ങി ഓടിക്കുന്ന വണ്ടിയാണ്. അതാണവർ അടിച്ചു തകർത്തത്. ED ഉദ്യോഗസ്ഥരെ ആക്രമിച്ചു എന്ന കേസിൽ ഇപ്പോൾ കസ്റ്റഡിയിലുള്ള CPM പ്രവർത്തകർക്കെതിരെ മറ്റൊരു കേസ് കൂടി പോലീസ് രജിസ്റ്റർ ചെയ്തു. പോലീസിനെ ആക്രമിച്ചു എന്നതാണ് കേസ്. പരിക്കേറ്റ പോലീസുകാർ ഇത് സംബന്ധിച്ച് മൊഴി നൽകി. അറസ്റ്റിലായ 5 CPM പ്രവർത്തകരെയും ഇന്ന് റിമാൻഡ് ചെയ്യും. ഇനിയും അറസ്റ്റ് ചെയ്യപ്പെടാൻ പ്രതികൾ പുറത്തു നിൽക്കുന്നു. തലസ്ഥാനത്തുണ്ടായത് പോലീസിന്റെ ഗുരുതര വീഴ്ചയെന്ന് കേന്ദ്ര ഇന്റലിജൻസ് റിപ്പോർട്ട്. സംസ്ഥാന ഇന്റലിജൻസ് മേധാവിയും ഇത് സംബന്ധിച്ച വിശദാംശങ്ങൾ DGP അറിയിക്കും. റെയ്ഡിനെത്തിയ ഉദ്യോഗസ്ഥർക്ക് നേരെയുണ്ടായ ആക്രമണം തിരിച്ചടിയാകുമോ എന്ന ഭയത്തിലാണിപ്പോൾ CPM.
5 വട്ടം മാധ്യമപ്രവർത്തകർ പ്രതികരണം തേടിയിട്ടും മിണ്ടാത്ത മുഖ്യമന്ത്രി ഇന്നലെ വീടിന് മുന്നിലേക്ക് വന്ന മാധ്യമപ്രവർത്തകരെ വിജയശ്രീലാളിതനായി അഭിസംബോധന ചെയ്തിരുന്നു. ഇതും CPM പ്രവർത്തകർക്കിടയിൽ വലിയ അമർഷം വിതച്ചിട്ടുണ്ട്. സമാനതകളില്ലാത്ത കുരുക്കിലാണ് പാർട്ടി പ്രവർത്തകർ ഇപ്പോൾ വീണിരിക്കുന്നത്. അത്ര എളുപ്പം ഈ കേസിൽ നിന്ന് ഊരിപ്പോകാനോ തടി തപ്പാനോ കഴിയില്ല. കാരണം മറുവശത്ത് നിൽക്കുന്നത് കേന്ദ്രമാണ്. CBI എപ്പോൾ വേണമെങ്കിലും കളത്തിലിറങ്ങാം. പിന്നെ ജീവിതം ആ തീഹാർ ജയിലിൽ കട്ടപ്പുകയാകും. ന്യൂസ് ഡെസ്ക് മലയാളി വാർത്ത ഇൻസൈഡ്.